പാലക്കാട് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ചുരുളിക്കൊമ്പൻ എന്ന PT5 കാട്ടാനയാണ് ഭീതി വിതച്ച് ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. കഞ്ചിക്കോട് ജനവാസ മേഖലയിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ആന പ്രദേശത്ത് നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് നാട്ടുകാർ പറഞ്ഞു. കണ്ണിന് പരിക്കേറ്റ PT5 കാട്ടാനയെ പിടികൂടാൻ വനംവകുപ്പ് തയ്യാറെടുക്കുകയാണ്. ഇതിനിടയിലാണ് ആന വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയത്. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട്. സച്ചിൻ, ഇപ്പോഴും ആന ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു മനസ്സിലാകുന്നു. വനംവകുപ്പ് കൂടുതൽ സംഘത്തെ അങ്ങോട്ട് നിയോഗിച്ചിട്ടുണ്ടോ? എന്താണ് വനംവകുപ്പിന്റെ ഒരു പദ്ധതി? കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കണ്ണിന് കാഴ്ചക്കുറവുള്ള ചുരുളിക്കൊമ്പൻ എന്ന PT5 പാലക്കാട് കഞ്ചിക്കോട് വനമേഖലയിലും അതേപോലെ തന്നെ ജനവാസ മേഖലയിലും തുടരുകയാണ്. ഇന്ന് രാവിലെയോടുകൂടിയാണ് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിലും അതേപോലത്തെ സമീപത്തെ വീടുകളിലെ മതിലുകളും കാട്ടാന PT5 തകർത്തിരിക്കുന്നത്. കണ്ണിന് പരിക്കേറ്റ PT5നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വനംവകുപ്പ് നിരീക്ഷിച്ചു വരികയാണ്. നിലവിൽ കാട്ടാന ഉൾക്കാട്ടിലേക്ക് കയറിയിട്ടുണ്ട് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ വലിയ രീതിയിൽ കാട്ടാനയെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാട്ടാനയുടെ കണ്ണിന്റെ കാഴ്ച വീണ്ടെടുക്കാൻ വേണ്ട ചികിത്സകളും ആരംഭിച്ചിട്ടുണ്ട്. മരുന്നുകളൊക്കെ പഴങ്ങളിൽ നിറച്ച് വനമേഖലയിൽ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ശരി, സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്. കഞ്ചിക്കോട്ട് നാട്ടിലിറങ്ങിയ കാട്ടാനയെ വീണ്ടും കാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പ് തുടരുന്നത്. വിവരങ്ങളാണ് സച്ചിൻ വള്ളിക്കാട് പങ്കുവച്ചത്.